അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് ആഫത്ത് മുസീബത്തുകൾ ഇറങ്ങുന്ന കാലമാണ് അല്ലേ? നമ്മൾ ഒരുപാട് കണ്ടതാണ്. പ്രകൃതി ദുരന്തങ്ങള്, പ്രളയങ്ങള്, അതുപോലെ തന്നെ പകർച്ചവ്യാധികള്, ഇങ്ങനെ ഒരുപാട് ആഫത്ത് മുസീബത്തുകള്. ഇത് പറയുമ്പോൾ ആഫത്ത് മുസീബത്ത് എന്ന് പറയുമ്പോൾ അത് ഭൂമിയിൽ നിന്നുണ്ടാകുന്നതുണ്ടാകും, അതുപോലെ തന്നെ ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതുണ്ടാകും, അതുപോലെ ജിന്നുകളെടുത്തുനിന്ന് ഷെയ്ത്താന്മാരെടുത്തുനിന്ന് ഉണ്ടാകുന്നതുണ്ടാകും. ഇങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് വരാനുണ്ടാകും. എന്നാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി, ഒരു ആഫത്ത് മുസീബത്തിലും പെടാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹനഫി റഹിമഹുല്ലാ അവിടുത്തെ കുത്തുബുൽ ഇർഷാദ് എന്ന് പറയുന്ന കിതാബില് ഒരു 7 ഖുർആനിലെ ആയത്തുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ 7 ആയത്തുകള് നമ്മുടെ ജീവിതത്തിൽ നിത്യേന, അതായത് എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു ആഫത്ത് മുസീബത്തിലും പെടുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഖുർആനിന്റെ ആയത്തുകളാണ്. അപ്പൊ ഏതായാലും ആ ഖുർആനിന്റെ മൊയ്ജിസത്ത് അതിന് ഇല്ലാതിരിക്കൂല. അതുമല്ല, നമ്മൾ ഓതുന്നതിനനുസരിച്ച് ഓരോ ഹർഫിനനുസരിച്ച് നമുക്ക് കൂലിയും കിട്ടും. അപ്പോൾ 2 കാര്യമാണ്. ആഫത്ത് മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാനുമായി, അതുപോലെ തന്നെ ഇതിലെ ഓരോ ഹർഫിനനുസരിച്ച് നമുക്ക് കൂലി കിട്ടാനുമായി. അത് വലിയ ആയത്തുകളൊന്നുമല്ല, ചെറിയ ചെറിയ ആയത്താണ്. ഒരു ആയത്ത് മാത്രമേ 2 or 3 വരി ഉള്ളതുള്ളൂ. അത് ഓരോന്നായിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നാമത്തത് സൂറത്തു തൗബയിലെ 51ാമത്തെ ആയത്ത്. ഇതാണ് ആ ആയത്ത്. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. രണ്ടാമത്തത് സൂറത്ത് യൂനുസിലാണ്. സൂറത്ത് യൂനുസിലെ 107ാമത്തെ ആയത്ത്. ഏതാണ്? വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. മൂന്നാമത്തത് സൂറത്ത് ഹൂദിലാണ്. 4ാമത്തതും സൂറത്ത് ഹൂദിലാണ്. മൂന്നാമത്തത് സൂറത്ത് ഹൂദിലെ 6ാമത്തെ ആയത്ത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. 4ാമത്തത് സൂറത്ത് ഹൂദിലെ 56ാമത്തെ ആയത്ത്. ഇന്നി തവക്കൽതു അലല്ലാഹി എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. അപ്പോ 4 എണ്ണായി. 5ാമത്തത് സൂറത്ത് അങ്കബൂത്തിലാണ്. സൂറത്ത് അങ്കബൂത്തിലെ 60ാമത്തെ ആയത്ത്. വകഅയ്യിൻ മിൻ ദാബത്തിൻ എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. 6ാമത്തത് സൂറത്ത് ഫാത്തിറിലാണ്. സൂറത്ത് ഫാത്തിറിലെ 2ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? മാ യഫ്തഹില്ലാഹു ലിന്നാസി എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. ഇനി 7ാമത്തത് സൂറത്ത് സുമറിലാണ്. സൂറത്ത് സുമറിലെ 38ാമത്തെ ആയത്ത്. ഏതാ? വല ഇൻ സഅൽതഹും എന്ന് തുടങ്ങുന്ന ആ ആയത്ത്. ഇങ്ങനെ 7 ആയത്തുകളാണ്. ഈ 7 ആയത്തുകള് നമ്മൾ എല്ലാ ദിവസവും പതിവാക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ആഫത്ത് മുസീബത്തിലും പെടൂല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹനഫി റഹിമഹുല്ലാഹ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ ആയത്ത് ഏത് സമയത്താണ് എന്നൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് കിതാബിലുള്ളതല്ല പറയാൻ പറ്റുള്ളൂ. അത് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇത് നമ്മൾ പതിവാക്കണം എന്നാണ്. അത് എല്ലാം ഒന്നിച്ചിട്ടാണ് എന്നും പറയുന്നില്ല. നമുക്ക് സമയമുണ്ടാകുന്നതിനനുസരിച്ച് ആ 7 ആയത്തും ഒരു ദിവസം ഓതിയിരിക്കണം എന്നാണ്. അത് ആദ്യമായി ഞാൻ എൻ്റെ ശരീരത്തിനോടാണ് പറയുന്നത്, പിന്നീടാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങളെ ഉപദേശിക്കാൻ വലിയ ഇൽമൊന്നുമുള്ള ആളല്ല ഞാൻ. ഉസ്താദുമാര് പഠിപ്പിച്ചു തരുന്നത് അത് നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന് ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നാളെ ആഖിറത്തിൽ ചോദ്യമില്ലാതെ ഒരു വിഭാഗം സ്വർഗത്തിൽ കടക്കുന്നവരുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും നമ്മെ സഹായിക്കുന്നവരെയും എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ ആളുകളോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.